എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് മകരക്കൂറിനെ കുറിച്ചാണ് പറയുന്നത്. 1200 ആണ്ട് ധനുമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണ നക്ഷത്രവും അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പാതിഭാഗവും ചേർന്നതാണ് മകരക്കൂറ്. 16-12-24 മുതൽ 13-1-25 വരെയുള്ള ജ്യോതിഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ഇവിടെ ആദിത്യ ബുധ യോഗവും ശുക്രശനീശ്വര യോഗവും ഗുണം ചെയ്യുന്നതായി കാണുന്നു. സൂര്യൻ 12ാം രാശിയിൽ, അതായത് ധനുരാശിയിൽ സഞ്ചരിക്കുന്നു. ദേഹോദ്രവം ഏൽക്കാതെ വളരെ ശ്രദ്ധിക്കണം, അതുപോലെ വീഴാതെ ശ്രദ്ധിക്കണം. സൽക്കർമ്മങ്ങളൊന്നും ഫലിക്കുന്നില്ലാത്തൊരവസ്ഥയാണ്. ദാനം, പൂജകൾ, ഉപകാരങ്ങൾ ഒന്നും ഫലിക്കുന്നില്ല. സഹായങ്ങളൊന്നും ഈ സമയം ഫലിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആർക്കെങ്കിലും ഉപകാരം ചെയ്താലും അവർ നിങ്ങളെ ഉപദ്രവിക്കുന്നതായി കാണുന്നു. ആർക്കെങ്കിലും സഹായം ചെയ്താൽ അവർ നിങ്ങളെ പല രീതിയിലും ഉപദ്രവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആയതിനാൽ പട്ടിണി പാവങ്ങൾക്ക് അന്നദാനം നടത്തുക, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സൂര്യന് ധനുരാശി ബന്ധുക്ഷേത്രമാകിയാൽ മോശഫലങ്ങളുടെ കാഠിന്യം കുറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചൊവ്വ 7ാമത്തെ രാശിയിൽ, അതായത് കർക്കിടക രാശിയിൽ ആണ് സഞ്ചരിക്കുന്നത്. കാര്യകലഹം, കണ്ണിലും ഉദരത്തിലും വ്യാധികളുണ്ടാവാം. അതികഠിനമായ ദേഹോദ്രവമാണ് കാണുന്നത്. എല്ലാവരോടും കലഹം വരാം. കണ്ണിലും ഉദരത്തിലും വ്യാധികളുള്ളവർക്ക് അത് കൂടാം. ഏതെങ്കിലും തരത്തിൽ ശരീരത്തിന് അടി, ഇടി, ചതവ്, വീഴ്ച, പൊട്ടൽ മുതലായവ ദേഹോദ്രവങ്ങൾ വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. കർക്കിടകം ചൊവ്വയ്ക്ക് നീതക്ഷേത്രമായാൽ ചൊവ്വയുടെ പാപത്വം ഇരട്ടിക്കുന്നു. ആകയാൽ മോശാവസ്ഥ കൂടാനാണ് സാധ്യത, ശ്രദ്ധിക്കുക. ബുധൻ 11ാം രാശിയിൽ, അതായത് വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കുന്നു. പല വഴികളിലൂടെയും ധനലാഭം പ്രതീക്ഷിക്കാം. ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും വിജയം ലഭ്യമായേക്കാം. മനസ്സമാധാനവും സന്തോഷവും ലഭ്യമാകാം. പുത്രന് അസുഖമുണ്ടെങ്കിൽ രോഗം ഭേദമാകാം. ബന്ധുക്കളുടെ സഹായവും ലഭ്യമാകാം. ബുധന് വൃശ്ചിക രാശി സമക്ഷേത്രമാകിയാൽ ശുഭത്വം നിലനിൽക്കുന്നു. ആയതിനാൽ ഗുണഫലങ്ങൾ ഒരു തടസ്സവുമില്ലാതെ ലഭിക്കുന്നതായി കാണുന്നു. ബുധൻ 4-1-2025 ധനുരാശിയിലേക്ക് മാറുന്നു. അതിനാൽ ആദിത്യ ബുധയോഗം സംഭവിക്കുന്നു. ബുധൻ 12ാം രാശിയിലായ ധനുരാശിയിൽ സഞ്ചരിക്കുകയാണ്. ശത്രുക്കൾ പല രീതിയിൽ ശല്യം ചെയ്യുന്നു. ശത്രുക്കൾ പല ചതിവുകളിലൂടെയും മറ്റും ഉപദ്രവങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. പല രീതിയിലുള്ള രോഗങ്ങളാലും ബുദ്ധിമുട്ടുകളുണ്ടാവാം. പക്ഷേ ബുധന് ധനുരാശി സമക്ഷേത്രമാകയാലും ആദിത്യ ബുധയോഗം സംഭവിക്കുന്നതിനാലും ദോഷഫലങ്ങൾ കുറയുന്നു. എങ്കിലും ശ്രദ്ധിക്കുക. ഗുരു 5ാമത്തെ രാശിയായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു. ഗുരുവിന് ഇടവം ശത്രുക്ഷേത്രമാകയാൽ ഗുരു ഒരു പാപഗ്രഹമായി മാറുന്നു. ആയതിനാൽ കിട്ടേണ്ടിയിരുന്ന നാൽക്കാലിക വ്യാപാരത്തിലുള്ള ലാഭവും, പുത്രലാഭം, സ്ത്രീലാഭം, വസ്ത്രലാഭം, വീട് കിട്ടുന്നതിനുള്ള ലാഭം, അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കുന്ന ഇതൊന്നും നടക്കാത്തൊരവസ്ഥയായിട്ടാണ് കാണുന്നത്. ശുക്രൻ ജന്മരാശിയിലായത് മകരത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രനെ മകരം മിത്രക്ഷേത്രമാകിയാൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. നല്ല രുചിയുള്ള ഗുണമേന്മയുള്ള ഭക്ഷണങ്ങൾ ലഭിച്ചേക്കാം. ഭാര്യാസുഖം ലഭിക്കാം. സുഗന്ധദ്രവ്യങ്ങൾ ലഭിക്കാം. ശയനസുഖം ലഭിക്കാം. വിശേഷ വസ്ത്രങ്ങൾ ലഭിച്ചേക്കാം. ഭാര്യയും ഭർത്താവും പിണക്കത്തിലായിരുന്നവർ ഒന്നാകാം, അല്ലെങ്കിൽ ലീവിന് എവിടെയെങ്കിലും ദൂരെയാണെങ്കിൽ അവർ ഒന്നാകാം. സുഖമായി ഉറങ്ങാൻ സാധിക്കും. മനസ്സമാധാനത്തോടെ ഉറങ്ങാം. മനസ്സമാധാനവും ലഭിക്കും. വില കൂടിയ വിശേഷ വസ്ത്രങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ശുക്രൻ 28-12-2024 കുംഭൻ രാശിയിലേക്ക് മാറുന്നു. ശുക്രൻ കുംഭരാശിയിലായത് 2ാം രാശിയിൽ സഞ്ചരിക്കുന്നു. ധാരാളം ധനം ഏത് വഴിക്കെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ധാരാളം ധാന്യങ്ങൾ ലഭിച്ചേക്കാം. സ്വർണ്ണാഭരണങ്ങളോ രത്നാഭരണങ്ങളോ ലഭിച്ചേക്കാം. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാം. അവാർഡിന് പരിഗണിക്കുകയോ അവാർഡ് ലഭിക്കുകയോ ചെയ്തേക്കാം. ആദരിക്കൽ ചടങ്ങും നടന്നേക്കാം. ശുക്രനെ കുംഭം രാശി മിത്രക്ഷേത്രമാകിയാലും ശുക്രശനീശ്വര യോഗം നടക്കുന്നതിനാലും എല്ലാ ഗുണങ്ങളും ലഭിക്കാനായിട്ട് ഉള്ള ഫലങ്ങൾ കാണുന്നു. എല്ലാം ലഭിക്കുന്നു. ശനീശ്വരൻ 2ാമത്തെ രാശിയായ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നു. അത് 7.5 ശനിക്കാലമാണ്. ധനനാശം പ്രതീക്ഷിക്കണം. സൗഖ്യക്കുറവ് വരാൻ, ആരോഗ്യത്തിന് കുറവ് വരാൻ, പല രീതിയിലുള്ള ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട്. ശരീരത്തിന് മനസ്സുഖമൊക്കെ കുറയാം. ദേഹത്തിന് ശക്തിക്കുറവ് വന്നേക്കാൻ സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വരാം. ധാതുക്കളുടെയും പോഷക വസ്തുക്കളുടെയും കുറവിനാൽ ശരീരത്തിന് പലവിധത്തിലുള്ള ദോഷങ്ങളും രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ശനീശ്വരൻ കുംഭരാശി സ്വന്തം ക്ഷേത്രമാകയാലും ശുക്രശനീശ്വര യോഗം നടക്കുന്നതിനാലും അധികം ദോഷങ്ങൾ വരാൻ സാധ്യത കാണുന്നില്ല. രാഹു 3ാം രാശിയിൽ, അതായത് മീനത്തിൽ സഞ്ചരിക്കുന്നു. നാൽക്കാലികളെ കൊണ്ടുള്ള ഉപജീവനം കഴിക്കുന്നവർക്ക് നല്ല സമയമാകുന്നു. നാൽക്കാലി വ്യാപാരങ്ങളിൽ ലാഭം ധാരാളം വന്നേക്കാം.
അസുഖാവസ്ഥയിലുമുള്ളവർക്ക് രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കാം. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാനുള്ള സാധ്യതയും കാണുന്നു. കേതു 9ാം രാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നതിനാൽ ധനനാശം കാണുന്നു. സ്വർണം, വെള്ളി അതുപോലുള്ള ലോഹങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നു. വ്യാധികൾ, അതായത് രോഗങ്ങൾ വരേണ്ട സാധ്യത കാണുന്നു. പല ഘട്ടങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി അവിടെയൊക്കെ നമുക്ക് പരാജയം നടക്കുന്നതായിട്ടും കാണുന്നു. ഇവിടെ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ്. അതാത് കാലത്തെ നന്മകളും തിന്മകളും അതാത് മോശാവസ്ഥകളെയും ഗുണാവസ്ഥകളെയും മുൻകൂട്ടി നമ്മെ അറിയിക്കുകയാണ് ഗ്രഹങ്ങൾ ചെയ്യുന്നത്. മോശാവസ്ഥയെ എങ്ങനെ ശ്രദ്ധിച്ച് തരണം ചെയ്യുക എന്നതും ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നു. ഇവിടെ സൂര്യനും ചൊവ്വയും ഗുരുവും ശനീശ്വരനും കേതുവും വളരെ മോശഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ബുധനും ശുക്രനും രാഹുവും എല്ലാ ഗുണഫലങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇവിടെ ശുക്രശനീശ്വര യോഗവും ആദിത്യബുധ യോഗവും നടക്കുന്നതിനാൽ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യമായ ഫലപ്രവചനങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാകുന്നു. നിങ്ങളുടെ ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ രുദ്രാക്ഷധാരണത്തിന് ഉള്ള സംശയങ്ങളോ രത്നധാരണത്തിലുള്ള സംശയങ്ങൾക്കോ ആയ നിങ്ങളുടെ സംശയ നിവാരണത്തിന് എന്നെ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.